അപ്പോൾ നമുക്ക് നമ്മൾ മുമ്പ് പഠിച്ച ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സിലും അതിന് മുമ്പുള്ള ചില കൺസെപ്റ്റിലൊക്കെ ചില എക്സാമ്പിൾസ് നോക്കാം. സോ കൺസിഡർ എ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ്, സേ u of xy given by y square e raised to x plus x square y cube plus 16. Okay, find dou cube u by dou y dou x square and dou cube u by dou x square dou y. അപ്പോൾ ഇത് തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. ഇതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും, എങ്ങനെയാ ഇത് എക്സ്പാൻഡ് ചെയ്യുക? നമ്മൾ മുമ്പ് പഠിച്ചു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? യുവിനെ 2 പ്രാവശ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, കീപ്പിംഗ് വൈ എസ് എ കോൺസ്റ്റന്റ്. അതുപോലെ ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ എക്സ് എന്തായിരുന്നു? ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ശേഷം വിത്ത് റെസ്പെക്ട് ടു വൈയും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും? അതേ ഓർഡറിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്താണെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ഇതിനൊന്നും കൂടെ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം നമുക്ക് വേണമെങ്കിൽ. ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ യു ബൈ ഡോ എക്സ്. അപ്പം ആദ്യം യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ശേഷം ഒന്നും കൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ശേഷം വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതുപോലെ ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ എന്തായിട്ട് ഡോ ബൈ ഡോ എക്സ് ഓഫ്, ഇവിടെ ആദ്യം എക്സ് അല്ലേ, പിന്നെ എന്ത് ബാക്കി ഉണ്ടാവും? ഇവിടുന്ന് ഒരു എക്സും ബാക്കി ഉണ്ടാവും, ഇവിടുത്തെ ഒരു വൈയും ബാക്കി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ഈ സ്റ്റെപ്പിലേക്ക് തന്നെ പോകാം. ഡോ യു ബൈ ഡോ എക്സ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ യു ബൈ ഡോ വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ശേഷം 2 പ്രാവശ്യം കണ്ടിന്യൂസ്ലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൽ ഒരെണ്ണം ചെയ്ത് നോക്കാം, ഒരെണ്ണം നിങ്ങൾ ചെയ്താൽ മതി. നമുക്കിത് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കാണണം? ഡോ യു ബൈ ഡോ എക്സ് കാണണം. ഡോ യു ബൈ ഡോ എക്സ് എന്താ? വൈ സ്ക്വയർ ഇ റൈസ് ടു എക്സ് ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ വിൽ ബി കെപ്റ്റ് എസ് എ കോൺസ്റ്റന്റ്. സോ ഇവിടെ വൈ കോൺസ്റ്റന്റ് ആണ്, വൈ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ വൈ സ്ക്വയർ ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വൈ സ്ക്വയർ ഇ റൈസ് ടു എക്സ് തന്നെയാണ്. കാരണം എന്താ? എ ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ? എ ഇ റൈസ് ടു എക്സ് ഇറ്റ്സെൽഫ്. പ്ലസ് ഇവിടെ വൈ ക്യൂബ് കോൺസ്റ്റന്റ് ആണ്, പിന്നെ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x. അപ്പോൾ 2y ക്യൂബ് എക്സ് പ്ലസ് 16ന്റെ ഡെറിവേറ്റീവ് 0. ഇനി എന്ത് ചെയ്യണം? ഒന്നും കൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പം എന്ത് കിട്ടും? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ കിട്ടും. അതെന്താ? നോക്കൂ, ഇതിന് ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആദ്യത്തെ ടൈം എന്താ? വൈ സ്ക്വയർ ഇ റൈസ് ടു എക്സ്. വൈ സ്ക്വയർ നേരത്തെ പറഞ്ഞ പോലെ വൈ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ. സോ വിച്ച് വിൽ ബി വൈ സ്ക്വയർ ഇ റൈസ് ടു എക്സ് പ്ലസ് 2y ക്യൂബ് കോൺസ്റ്റന്റ് ആണ്, എക്സിന്റെ 1. സോ ഇറ്റ് വിൽ ബി 2y ക്യൂബ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് വേണ്ട ഡോ ക്യൂബ് യു ബൈ ഡോ വൈ ഡോ എക്സ് സ്ക്വയർ കാണാം, വിച്ച് ഈസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. അപ്പം ഈ കിട്ടിയ എക്സ്പ്രഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇവിടെ എക്സ് കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക, കാരണം വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ എക്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇ റൈസ് ടു എക്സ് കോൺസ്റ്റന്റ് ആണ്. വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2y. അപ്പം 2 ഇ റൈസ് ടു എക്സ് വൈ പ്ലസ് 2y ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ? 6y സ്ക്വയർ. 2 ഇൻറ്റു 3y സ്ക്വയർ 6y സ്ക്വയർ. സോ ഇതാണ് എന്ത്? ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ എക്സ് സ്ക്വയർ. ഇതുപോലെ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ വൈയും കാണാം. അത് കണ്ടു നോക്കണം. റൈറ്റ്. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ ഒന്ന് കാണാം. Let z is given as
is given as tan inverse of y by x. So z is a function of x and y. അങ്ങനെയാണെങ്കിൽ show that dou square z by dou x square plus dou square z by dou y square equal to 0. Dou square z by dou x square plus dou square z by dou y square equal to 0 എന്ന് കാണിക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് dou square z by dou x square കാണാം. Dou square z by dou x square എന്ന് പറഞ്ഞാൽ എന്താ? Dou by dou x of dou z by dou x. സോ നമുക്ക് തൽക്കാലം dou z by dou x കണ്ടു തുടങ്ങാം. ഇവിടെ എന്താ ഉള്ളത്? tan inverse y by x ആണ്. അപ്പോൾ tan inverseന്റെ ഡെറിവേറ്റീവ് ആദ്യം ഉപയോഗിക്കണം, അത് കഴിഞ്ഞിട്ട് y by x ന്റെ ഉപയോഗിക്കേണ്ടി വരും, ചെയിൻ റൂൾ ഉപയോഗിക്കേണ്ടി വരും. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണ്. സോ എന്താ tan inverse ഡെറിവേറ്റീവ്? tan inverse x ന്റെ എന്താ? 1 by 1 plus x square. സോ tan inverse of y by x ന്റെ എന്തായിരിക്കും? 1 by 1 plus y by x whole square into y by x ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ആണ്. അപ്പോൾ y by x ന്റെ ഡെറിവേറ്റീവ് എന്താ വിത്ത് റെസ്പെക്ട് ടു x? 1 by x ന്റെ എന്താ? minus 1 by x square. സോ y into minus 1 by x square. കാരണം y നെ ട്രീറ്റ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് ആയിട്ടാണ്. റൈറ്റ്. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. നമുക്ക് ഇവിടെ ഒരു 1 by 1 plus y square y by x square ഉണ്ട്, y by x whole square ഉണ്ട്. ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ y square by x square കിട്ടും. അത് ആ x square കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ x square plus y square by x square all divided by x square ഉണ്ടാവും. ആ x square നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാം. അങ്ങനെ മുകളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ x square ഉം ഈ x square ഉം കൂടെ ക്യാൻസൽ ഔട്ട് ചെയ്യും. ഓക്കെ, സോ വാട്ട് വിൽ ബി ലെഫ്റ്റ്? ഇവിടെ ഒരു മൈനസ് y ഉണ്ടാവും, മൈനസ് y by ഇവിടെ ഒരു x square plus y square ബാക്കി ഉണ്ടാവും, square plus y square ബാക്കി ഉണ്ടാവും. അപ്പൊ ഇനി നമുക്ക് dou square z by dou x square കാണാം. dou square z by dou x square എന്താ? dou by dou x of dou z by dou x ആണ്. dou z by dou x നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയി ഒന്നും കൂടെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിധേയമാക്കിയാൽ മതി. ഒന്ന് ചെയ്ത് നോക്കാം. സോ dou square z by dou x square equal to ഇവിടെ നമുക്ക് കോഷ്യൻ റൂൾ ഉപയോഗിക്കാം. അതുകൊണ്ട് എളുപ്പമായിരിക്കും. സോ ഡിനോമിനേറ്റർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു മൈനസ് വൈ നമുക്ക് പ്ലസ് വൈ നിൽക്കാം ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ all divided by denominator square. So x square plus y square all square. Okay, ഞാൻ ഇത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് ഇവിടെ ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് വൈ ഉണ്ട്. എക്സിനെ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ ഈസ് ട്രീറ്റഡ് ആസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്താ? 0 ആണ്. സോ ഇത് മൊത്തം എന്തായി പോകും? അപ്പോൾ 0 ആയി പോകും. സോ വാട്ട് വിൽ ബി ലെഫ്റ്റ് ഹിയർ? ഈ സാധനം ബാക്കി ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ y ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ 2x ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ സ്ക്വയർ 0. സോ ഇതെന്താ? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x മാത്രമാണ്. സോ y ഇൻറ്റു 2x ഡിവൈഡഡ് ബൈ എന്താ താഴെ ബാക്കിയുള്ള എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഓക്കെ, സോ അതവിടെ നിൽക്കട്ടെ. നമുക്കൊന്ന് മാറ്റി എഴുതി വെക്കാം. 2xy by x square plus y square whole square. ഇനി എന്ത് ചെയ്യാം? ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ കാണണം. അപ്പോൾ ആദ്യം നമുക്ക് ഡോ സെഡ് ബൈ ഡോ വൈ കണ്ടു തുടങ്ങാം. ഡോ സെഡ് ബൈ ഡോ വൈ എന്താ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യണം. ചെറിയ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ 1 by 1 plus y by x whole square അത് tan ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് ആണ്. 1 by y square into ഡോ ബൈ ഡോ വൈ ഓഫ് y by x. എന്താ? 1 by 1 plus y by x whole square into ഡോ ബൈ ഡോ വൈ ഓഫ് y by x എന്താണ്? അവിടെ എന്താണ് കോൺസ്റ്റന്റ്?
1/x കോൺസ്റ്റന്റ് ആണ്, y ആണുള്ളത്. അപ്പോൾ ഇൻറ്റു 1/x. റൈറ്റ്. അപ്പോൾ ഇതെന്ത് കിട്ടും? ഇവിടെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ കിട്ടും. ആ എക്സ് സ്ക്വയറിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ ഉണ്ടാവും. എക്സ് സ്ക്വയറിനെ മുകളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാവും. അതിലൊരു എക്സും മുകളിലൊരു എക്സും ക്യാൻസൽ ആയി പോകും. അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക? എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഉണ്ടാവും. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ സെഡ് സ്ക്വയർ കാണാൻ നോക്കാം. So dou square z by dou y square അല്ലേ? With respect to y അല്ലേ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ dou y of x by x square plus y square ചെയ്യാം. Quotient rule തന്നെ ഉപയോഗിക്കാം. x square plus y square denominator into derivative of numerator minus numerator into derivative of denominator. Derivative of denominator dou by dou y of x square plus y square. Square plus y square is equal to, ഇവിടെ y നെ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x കോൺസ്റ്റന്റ് ആണ്. സോ ദിസ് ഹോൾ ടേം വിൽ ബി equal to 0. ബാക്കിയുള്ള എന്താ? മൈനസ് എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 2y ആണ്. സോ ദിസ് വിൽ ബി, ബാക്കി ഇവിടെ എക്സ് സ്ക്വയർ. ഇവിടെ ഒരു ഡിനോമിനേറ്റർ ടേം ഇല്ലേ? നമ്മുടെ കോഷ്യന്റ് റൂളിൽ ഡിനോമിനേറ്റർ ടേം ഉണ്ടല്ലോ. ഡിനോമിനേറ്റർ ഹോൾ സ്ക്വയർ സ്ക്വയർ. സോ ദിസ് വിൽ ബി മൈനസ് എക്സ് ഇൻറ്റു 2y എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ minus 2xy x square plus y square whole square. Right. So ഇതാണ് എന്ത്? ഡോ സ്ക്വയർ z by ഡോ y square. ഇതാണ് ഡോ സ്ക്വയർ z by ഡോ x square. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? നോക്കൂ, ഇതിന്റെ നേരെ നെഗറ്റീവ് അല്ലേ ഇത്? സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ അതൊന്ന് വൃത്തിക്ക് എഴുതി വെക്കുക. ദാറ്റ്സ് ദ പ്രൂഫ്. അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ സാധനം. z equal to tan inverse of y by x എന്ന് കഴിഞ്ഞാൽ ഡോ സ്ക്വയർ z by ഡോ x square പ്ലസ് ഡോ സ്ക്വയർ z by ഡോ y square equal to 0 എന്നായിരുന്നു കാണിക്കേണ്ടത്. നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബേസിക്കലി ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ്, എക്സും വൈ ഉള്ള ഫങ്ഷൻസ് അല്ല ഡിസ്കസ് ചെയ്തത്. ഈ പറഞ്ഞ എല്ലാ എക്സ്പ്രഷൻസും എല്ലാ ഡെഫിനിഷൻസും മൂന്നോ അതിലധികമോ വേരിയബിൾസ് ഉള്ള ഫങ്ഷൻസിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ഇതേ ഡെഫിനിഷൻ ഉപയോഗിച്ച് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. Okay, അപ്പോൾ suppose we have a function of 3 variables. Say we have a function w equal to f of x, y and z. Okay, അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അല്ല ഉണ്ടാവുക, 3 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ടാവും. ഡോ എഫ് ബൈ ഡോ എക്സ് ഉണ്ടാവും, ഡോ എഫ് ബൈ ഡോ വൈ ഉണ്ടാവും, ഡോ എഫ് ബൈ ഡോ ഇസഡ് ഉണ്ടാവും. ഓക്കെ, ഇനി മിക്സഡ് ഡെറിവേറ്റീവ്സ് വരുമ്പോഴോ അപ്പോഴും എണ്ണം അനുസരിച്ച് കൂടും. ഡോ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ, ഡോ എഫ് ബൈ ഡോ എക്സ് ഡോ ഇസഡ്, ഡോ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ ഡോ ഇസഡ്, ഡോ എഫ് ബൈ ഡോ ഇസഡ് ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ ഇസഡ് ഡോ വൈ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഉണ്ടാവും. ഓക്കെ, സോ ഇതൊക്കെ എനി കോമ്പിനേഷൻ അത് പോസിബിൾ ആണ്. ഇനി ഇത് മൂന്നിലും നിൽക്കണമെന്നില്ല. ദർ ക്യാൻ ബി അനദർ വേരിയബിൾസ്. എത്ര നമ്പർ ഓഫ് വേരിയബിൾസ് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേ ഫോർമാറ്റിലെ ഡെഫിനിഷൻസിനൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതലൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് u of x, y, z, 3 വേരിയബിൾ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം, is given by log of ഒന്ന് അടുത്ത വഴി ചുരുക്കി എഴുതട്ടെ. സോ ഞാൻ യു എന്ന് എഴുതുന്നുള്ളൂ. യു ഓഫ് എക്സ് വൈ സെഡ് ആണെന്ന് ഓർക്കണം. യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ്. സോ യു ഈക്വൽ ടു ലോഗ് ഓഫ് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ ഇസഡ്. യു is equal to log of tan x plus tan y plus tan z. So u is a function of x, y and z.
റൈറ്റ്. അപ്പൊ ഇതിൽ കാണിക്കേണ്ടത് ഇതാണ്, summation sin 2x into dou u by dou x equal to 2. ഇതിനകത്തൊരു പ്രശ്നമുണ്ട്, ഈ നൊട്ടേഷനിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ സമ്മേഷൻ സൈൻ 2x ബൈ ഡോ യു ബൈ ഡോ എക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സൈൻ 2x ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് സൈൻ 2y ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പ്ലസ് സൈൻ 2z ഇൻറ്റു ഡോ യു ബൈ ഡോ z എന്നാണ്. ഓക്കെ, അപ്പോൾ സമ്മേഷൻ സൈൻ 2x ബൈ ഡോ യു ബൈ ഡോ എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സൈൻ 2x ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ്, സൈൻ 2y ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ, സൈൻ 2z ഇൻറ്റു ഡോ യു ബൈ ഡോ z. ഓക്കെ, അപ്പൊ ഇത് മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 2 കിട്ടുന്നു എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കത് എഴുതി നോക്കാം, കിട്ടുന്നുണ്ടോ നോക്കാലോ. സോ ആദ്യം ഡോ യു ബൈ ഡോ എക്സ് ഒന്ന് കണ്ടു നോക്കാം. എന്താ ഡോ യു ബൈ ഡോ എക്സ്? ലോഗ് ഓഫ് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ സെറ്റ് ആണ് യു എന്ന് പറയുന്നത്. അപ്പൊ ഡോ യു ബൈ ഡോ എക്സ് ആണെങ്കിൽ ആദ്യം ലോഗിന്റെ ഡിഫറൻഷ്യൽ ഡെറിവേറ്റീവ് കാണേണ്ടി വരും. സോ എന്താ ലോഗ് എക്സിന്റെ എന്താ 1 ബൈ എക്സ് ആണ്. സോ ലോഗിന്റെ 1 ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ ഇസഡ് ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒന്ന് ഉള്ള ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ടാൻ വൈയും ടാൻ സെറ്റും 0 ആയി പോകും, കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ വൈയും സെറ്റും കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ ടാൻ വൈയും ടാൻ സെറ്റും കോൺസ്റ്റന്റ് ആണ്. സോ ബാക്കി ഉണ്ടാവുക ടാൻ എക്സ് ആണ്. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? സീക് സ്ക്വയർ എക്സ് ഇൻറ്റു സീക് സ്ക്വയർ എക്സ്. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് പക്ഷെ കാണേണ്ട സൈൻ 2x ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് അല്ലേ. അപ്പൊ അങ്ങനെ തന്നെ എഴുതി പോവാം, സൈൻ 2x ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ്. അപ്പൊ ഇതിനൊരു സൈൻ 2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. സൈൻ 2x വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 sin x cos x എന്ന് എഴുതാം. 2 sin x cos x is nothing but sin 2x. So divided by tan x plus tan y plus tan z into sec square x ഉണ്ട്. ഈ sec square x എന്ന് പറഞ്ഞാൽ എന്താ? 1 by cos square x അല്ലേ. 1 by cos square x. അപ്പൊ ഈ ഒരു cos x ഉം ഇവിടുന്ന് ഒരു cos x ഉം വെട്ടാൻ വേണമെങ്കിൽ so this is equal to എന്ത് കിട്ടി? 2 sin x by tan x plus tan y plus tan z by cos x. ഓക്കെ, അപ്പൊ ഇവിടെ sin x by cos x ഉണ്ട്. അതിന് വേണമെങ്കിൽ tan x എന്ന് എഴുതി കൂടെ. സോ എന്ത് കിട്ടി? 2 tan x divided by tan x plus tan y plus tan z. ഓക്കെ, ഇനി ഇതുപോലെ എന്ത് ചെയ്യുക? സൈൻ 2y ഡോ യു ബൈ ഡോ വൈ കാണുക. അപ്പൊ എന്ത് കിട്ടും? 2 tan y by tan x tan y plus tan z എന്ന് കിട്ടും. അതുപോലെ സൈൻ 2z ഇൻറ്റു ഡോ യു ബൈ ഡോ ഇസഡും കാണാം. അപ്പൊ എന്ത് കിട്ടും? 2 tan z by tan x plus tan y plus tan z എന്ന് കിട്ടും. അപ്പൊ മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ മുകളിൽ എന്ത് വരും? 2 ഇൻറ്റു tan x plus tan y plus tan z വരും, താഴെ tan x plus tan y plus tan z വരും. അപ്പൊ മുകളിലുള്ള tan x plus tan y plus tan z ഉം താഴെയുള്ള tan x plus tan y plus tan z ഉം വെട്ടാൻ ബാക്കി ഉണ്ടാവുക 2 ആണ്, which was actually we wanted to prove. ഓക്കെ, അപ്പൊ ഇതും കൂടെ നിങ്ങൾ സ്വയം ബാക്കിയൂടെ ചെയ്ത് നോക്കുക. റൈറ്റ്, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ബാക്കി ചെയ്തിട്ട് റിക്വയർമെന്റ് വരുമ്പോൾ ഞാൻ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. സോ ചെയ്ത് കയ്യിൽ വെക്കുക. റൈറ്റ്, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. അപ്പോ ചിലപ്പോ ഇത് ഇങ്ങനെ ആയിരിക്കില്ല പരീക്ഷയ്ക്ക് വരിക. ചിലപ്പോൾ ചില വേർഡ് പ്രോബ്ലംസ് പോലെയൊക്കെ വരാറുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കും, പക്ഷെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ലേശം കൺഫ്യൂഷൻ ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റി നോക്കാം. സപ്പോസ് വി ഹാവ് 3 റെസിസ്റ്റേഴ്സ് R1, R2, R3. 3 റെസിസ്റ്ററുകളുണ്ട്. റെസിസ്റ്റർ എന്താണെന്ന് അറിയാലോ, ഫിസിക്സ് പഠിച്ചാണ് എല്ലാവരും. സോ R1, R2, R3 എന്ന് പറഞ്ഞാൽ 3 റെസിസ്റ്ററുകളുണ്ട്. ഈ 3 റെസിസ്റ്ററുകളും പാരലൽ ആയിട്ട് കണക്ട് ചെയ്തേക്കുകയാണ്.
ശ്രദ്ധിക്കണം, കണക്ഷൻ രണ്ട് തരത്തിലുള്ള റെസിസ്റ്ററിനെ കണക്ട് ചെയ്യാം, സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും. സോ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് പാരലൽ ആയിട്ടാണ്. ആൻഡ് ദേ ടുഗദർ ഫോം എ റെസിസ്റ്റൻസ് ഓഫ് ആർ. അപ്പോൾ മൂന്ന് റെസിസ്റ്റൻസിന്റെ മൂന്നിന്റെയും റെസിസ്റ്ററിന്റെ മൂന്നിന്റെയും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1, R2, R3 ആണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ഡോ R ബൈ ഡോ R2 if R1 equal to 10 ohm, R2 equal to 20 ohms, R3 equal to 30 ohms. ഓക്കെ, ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്ന് രണ്ട് പ്രീറിക്വസിറ്റുകൾ ഉണ്ട് ഈ ക്വസ്റ്റിന്. മൂന്ന് റെസിസ്റ്ററുകളെ പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫൈനൽ റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്? ഇങ്ങനെ ഒരു ഫോർമുല ഉപയോഗിച്ചിരുന്നു. 1/R equal to 1/R1 plus 1/R2 plus 1/R3. ഓക്കെ, സോ ഇവിടെ നമുക്ക് 1/R-നെ R1-ന്റെയും R2-ന്റെയും R3-ന്റെയും ടേംസിൽ എഴുതാം. ഓർ ഇൻ അതർ വേർഡ്സ് വി ക്യാൻ എക്സ്പ്രസ് R as a function of R1, R2 and R3. റൈറ്റ്. ഇനി നമുക്ക് ഡോ R ബൈ ഡോ R2 കാണാൻ എളുപ്പമാണ്. രണ്ട് സൈഡിലും എന്ത് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു R2 കൊണ്ടൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ 1/R-നെ R2 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ വരിക? -1/R² into R is a function of R2. So എന്തും കൂടെ വേണം, ഡോ R by ഡോ R2 which is equal to ഡോ by ഡോ R2 of 1/R1 plus 1/R2 plus 1/R3. ഇവിടെ R1-ന്റെ ടേമും R3-യുടെ ടേമും R2 ഇൻഡിപെൻഡന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ R1-ന്റെ ടേമും R3-യുടെ ടേമും R2-നെ ഡിപെൻഡ് ചെയ്യുന്നില്ല. So they can be treated as constants and their derivatives will be 0. അപ്പോൾ ഇവിടെ ബാക്കി ഉണ്ടാവുക എന്താണ്? 1/R2-ന്റെ ഡെറിവേറ്റീവ് ആണ്, which will be minus എന്ന് വെച്ചാൽ ഡോ ബൈ ഡോ R2 of 1/R2 which will be minus 1/R2 square. ഓക്കെ, അപ്പോൾ ഞാനിത് മായ്ക്കുന്നുണ്ട്. നമുക്ക് ഇതിനൊന്ന് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം. സോ അപ്പോൾ ഇനി ഈ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഡോ R ബൈ ഡോ R2-ന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്തെടുക്കണം. സോ നോക്കൂ, ഇവിടെ രണ്ട് സൈഡും നമുക്കൊരു R² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇറ്റ് വിൽ ഗീവ്, ആദ്യം നെഗറ്റീവ് രണ്ടും ഒഴിവാക്കാം അല്ലേ. സോ R² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ഡോ R ബൈ ഡോ R2 is equal to R² by R2 squared. Right. So this is the expression for ഡോ R by ഡോ R2. ഇനി നമുക്കിവിടെ R1 തന്നിട്ടുണ്ട്, R2 തന്നിട്ടുണ്ട്, R3 തന്നിട്ടുണ്ട്, 1/R-ന്റെ ഇക്വേഷനും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ R1 R2 കാണാൻ ശ്രമിച്ചൂടെ? Let's try. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് R1 equal to 10, R2 equal to 20 and R3 equal to 30. We know 1/R is equal to നമ്മുടെ അടുത്ത് ഫോർമുല ഉണ്ട്, എന്തായിരുന്നു? 1/R1 plus 1/R2 plus 1/R3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/10 plus 1/20 plus 1/30. ഇത് ചെയ്ത് വരുമ്പോൾ എന്ത് കിട്ടും? 11/60 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ R is equal to 60/11. ഓക്കെ, അപ്പം ഡോ R ബൈ ഡോ R2 എന്താ? R² by R2 square or simply R by R2 whole square. ഓക്കെ, എന്ന് വെച്ചാൽ R-ന്റെ വാല്യൂ എന്താ അവിടെ കിട്ടിയത്? 60/11. 60/11 all divided by R2-ന്റെ വാല്യൂ എന്താ? 20. സോ ഈ 20 ഈ 60 കൂടെ വെട്ടാം, എന്ത് കിട്ടും? ഇവിടെ സ്ക്വയർ ഉണ്ട് കേട്ടോ, ഈ സ്ക്വയർ ഇല്ലേ. സോ എന്ത് കിട്ടി? 3/11 ഹോൾ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോ R ബൈ ഡോ R2 is equal to 3 square എന്ന് വെച്ചാൽ 9, 11ന്റെ സ്ക്വയർ എത്രയാ? 121. Right. So this is the required value of ഡോ R by ഡോ R2.